ഇയാൾ ഒരു മയിലിന്റെ കണ്ണുപൊത്തി ആകാശത്തേക്ക് എറിഞ്ഞു. വായുവിൽ പറന്ന് മുന്നിലുള്ള ഒരു പുൽച്ചെടിയിൽ ആ മയിൽ വന്നിറങ്ങിയത് കണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു. സ്വർണം ഒളിഞ്ഞിരിക്കുന്ന സ്ഥലത്ത് മാത്രമേ മയിലിരിക്കാറുള്ളൂ എന്ന് ആളുകൾ പറഞ്ഞു. ഇതുകേട്ട് എല്ലാവരും സന്തോഷിക്കുകയും ആ സ്ഥലം കുഴിക്കാൻ തുടങ്ങുകയും ചെയ്തു. എന്നാൽ മണിക്കൂറുകൾ കഠിനാധ്വാനം ചെയ്തിട്ടും മണ്ണിൽ സ്വർണത്തിന്റെ ഒരു അടയാളം പോലും അവർക്ക് കണ്ടെത്താനായില്ല. ശേഷം മയിൽ പറന്ന് ഒരു പാറ പ്രദേശത്ത് ചെന്നിറങ്ങി. അത് വന്നിറങ്ങിയ ഇടത്ത് ഒരു സ്വർണമല തന്നെ തിളങ്ങുന്നുണ്ടായിരുന്നു. ഇത് കണ്ട പരട്ടക്കുട്ടി ഉടൻ തന്നെ ഗോത്രവർഗ്ഗക്കാരെ വിവരമറിയിച്ചു. വാർത്ത അറിഞ്ഞയുടൻ ഗോത്രത്തലവൻ സൈനികരുമായി അവിടെയെത്തി. അടുത്തു ചെന്ന് നോക്കിയ അവർ സ്വർണ്ണക്കൂമ്പാരങ്ങൾ കണ്ട് സ്തംഭിച്ചുപോയി. ഒരു സൈനികൻ സ്വർണത്തിന് നേരെ ഓടിയെങ്കിലും പെട്ടെന്ന് പുല്ലുകൾക്കിടയിൽ നിന്ന് ധാരാളം രാജവെമ്പാലകൾ പുറത്തുവന്നു. അവ സൈനികരെ സ്വർണത്തിനടുത്തേക്ക് ചെല്ലാൻ അനുവദിക്കാതെ വളഞ്ഞു. സൈനികർ പാമ്പുകളോട് പൊരുതാൻ ശ്രമിക്കുമ്പോൾ ഒരു ധീരനായ യോദ്ധാവ് മുന്നോട്ട് വന്നു. തന്നെ ആക്രമിക്കാൻ വന്ന പാമ്പുകളുടെ രാജാവിനെ അദ്ദേഹം ശാന്തനായി പിടികൂടി. അദ്ദേഹം ഉടൻ തന്നെ അതിന്റെ തലയറുത്ത് ദൂരേക്കെറിഞ്ഞു. പിന്നീട് ചുറ്റും വിഷഗന്ധകം വിതറി. അതോടെ ബാക്കിയുള്ള പാമ്പുകൾ അവിടെ നിന്ന് പോയി. ഈ നിധി പാമ്പു മനുഷ്യരുടെ കൈവശമാണെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. സ്വർണം സ്വന്തമാക്കാൻ അദ്ദേഹത്തിന് പാമ്പുകളുടെ രാജ്ഞിയായ മെഡൂസയുമായി യുദ്ധം ചെയ്യേണ്ടിവരും. അതിനാൽ അദ്ദേഹം തന്റെ ശരീരം മുഴുവൻ ഗന്ധകം പൂശി. കാരണം ഇനിയൊരു വലിയ യുദ്ധം തുടങ്ങാൻ പോകുന്നതേയുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്താൽ നാളെ കാണാം.